അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിനി ചിക്കൻ ബർഗർ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ വീട്ടിൽ കുട്ടികൾക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം വന്നിട്ടാ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തത് ബോൺലെസ് ചിക്കൻ പീസാണ്. അത് ഞാനിപ്പോൾ ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തതാണ് കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. ബ്രസ്റ്റ് പീസ് ഉണ്ടാവില്ലേ ചിക്കൻ്റെ, അത് ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. വേവിക്കണ്ട കേട്ടോ, വേവിക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബോൾസാക്കി എടുക്കുക, ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക, കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വലിയ ബർഗറല്ലോ വേണ്ടെന്നുണ്ടെങ്കിൽ വലിയ ബർഗർ വലിയ ബർഗറിൻ്റെ ബെന്നല്ലോ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വലിയ പീസാക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞു മിനി ചിക്കൻ ബർഗറിനല്ലേ ഞാൻ പറഞ്ഞത്, അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇനിയിപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. ഞാൻ മൊത്തത്തിൽ സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ബർഗർ ഉണ്ടാക്കണോ അതിനനുസരിച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മൈദ, മുളക് പൊടി, ഗരം മസാല പൗഡർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വേണം കേട്ടോ. കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും പിന്നെന്താ ഗരം മസാല പൗഡർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വേണം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൗഡറാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുരുമുളക് ക്രഷ് ചെയ്തത് 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു വരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. ഞാനിപ്പോൾ ഒരു മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കലാണ്. അപ്പം മുട്ടൻ്റെ അളവിലും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ മുട്ടേൻ്റെ കൂടെ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കലാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ എന്താ പറയുക, ബർഗറെല്ലാം ചെയ്യൂലേ, ബർഗർ എന്ന് പറയുന്നത് കട്ട്ലറ്റെല്ലാം ചെയ്യൂലേ, കട്ട്ലറ്റെല്ലാം ചെയ്യുന്ന പോലെ മുക്കിയിട്ട് ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുക്കലാണ്. ആദ്യം ഞാൻ മുട്ടൻ്റെ മിക്സിലേക്ക് മുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. കുറച്ചധികം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, വലിയ ബർഗറെല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ ചെയ്തെടുക്കുക. ഇതിപ്പം കുഞ്ഞു ബർഗറാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് സെറ്റാക്കി എടുക്കലാണ്. അതിനായിട്ട് കുറച്ച് കെച്ചപ്പും മയോണൈസും കൂടി മിക്സ് ആക്കി എടുക്കലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മയോണൈസ് സെപ്പറേറ്റ് ബന്നിലേക്ക് പറ്റി കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കലാണ്. ഇതിപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ മയോണൈസാണ്, പുറത്തുനിന്ന് വാങ്ങിയതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ചധികം ചെറിയ ബന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ലെറ്റ്യൂസിൻ്റെ ലീഫ്, സ്ലൈസ്ഡ് ചീസ്. സ്ലൈസ് ചെയ്ത ചീസിലെ ഞാൻ ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പം കുഞ്ഞു ബർഗറല്ലേ റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ലെറ്റ്യൂസിൻ്റെ ലീഫൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. നമുക്ക് ക്യാബേജും കക്കിരിയും എല്ലാം മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തതിനാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ബർഗർ ചെയ്യുമ്പോൾ അതിൻ്റെ തനതായ രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ വേണ്ടത് മുട്ട ഓംപ്ലേറ്റ് ചെയ്തതാണ്. മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ. ബർഗറിൽ മെയിനായിട്ട് മുട്ട ഓംപ്ലേറ്റും കൂടി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പം വെക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്തോ കേട്ടോ. ഇനിയിപ്പം ബെന്ന് ഇതുപോലെ കട്ടാക്കി എടുക്കലാണ്. എന്നിട്ട് ബന്നിന് മുകളിലായിട്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മിക്സിയില്ലേ, മയോണൈസും കെച്ചപ്പും എല്ലാം ഉള്ള മിക്സ്, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ബന്നിന് മുകളിലായിട്ടും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കലാണ് കേട്ടോ. ഇനിയിപ്പം അതിന് മുകളിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കനില്ലേ, അത് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിക്ക്. നമ്മൾ KFCയിലെല്ലാം കിട്ടുന്ന ആ ഒരു ബർഗറില്ലേ, അതിൻ്റെ അതേ ടേസ്റ്റ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് സ്ലൈസ്ഡ് ആയിട്ടുള്ള ചീസും കൂടി വെച്ച് കൊടുക്കുക. കുഞ്ഞാക്കിയിട്ട് കട്ടാക്കി എടുക്കുക കേട്ടോ. ചെറിയ ബർഗറെല്ലാം ചെയ്യുകയാണെങ്കിൽ
ഇനിയിപ്പോൾ ഇതാ ഇതിന് മുകളിലായിട്ട് ലെറ്റ്യൂസിൻ്റെ ലീഫ് വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഐസ്ബർഗ് ഉണ്ടാവില്ലേ അത് വെച്ച് കൊടുക്കുക. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ കക്കിരി അങ്ങനത്തെ ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ കയ്യിൽ ലെറ്റ്യൂസിൻ്റെ ലീഫ് ഉണ്ടായതുകൊണ്ട് അത് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഒരു ബന്നിന് മുകളിൽ മറ്റൊരു ബന്ന് വരുന്ന രീതിയിൽ, ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, എന്നാലും ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളോട് ഷെയർ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി മിനി ബർഗർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും, ബൈ.